welcome back to my YouTube channel. This is Tejangu and you're watching Tejangu Dairy. ഒരു ബിഗ് ഇൻട്രൊഡക്ഷൻ തരാനുണ്ട്. ഇതാണ് Q&A വീഡിയോയിലെ റെഡ് ഫ്ലാഗും ബർത്ത്ഡേ വീഡിയോയിലെ ഗ്രീൻ ഫോറസ്റ്റും. അങ്ങനെ വളരെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കോൺട്രവേഴ്സീസ് കൂടെ പോവാണ് താങ്കൾ ആക്ച്വലി ഓറഞ്ച് ഓക്കെ, താങ്കൾ ആക്ച്വലി റെഡ് ആണോ ഗ്രീൻ ആണോ അതോ കറുപ്പാണോ? ഇപ്പൊ ഇന്ന് കറുപ്പാണ്. ഏതാ ഫ്ലാഗ്? ഞാൻ പറഞ്ഞ മോശല്ലേ. നമ്മൾ ഇടുന്ന വീഡിയോസിന്റെ കമന്റ്സിലാണ് എനിക്കറിയത്തില്ല, എൻ്റെ വീഡിയോസിൽ എപ്പോഴും പോസിറ്റീവ് വന്നു. ഇതിപ്പോൾ കുറേ നല്ല ആൾക്കാരിലേക്ക് എത്തുന്നതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല, കുറച്ച് ഹെയ്റ്റ് ഒക്കെ അവിടെയും ഇവിടെ. ആദ്യം അബി ആയിരുന്നു ടാർഗറ്റ്. അങ്ങനെ അബി ഒന്ന് വെളുപ്പിച്ച് ഒന്ന് ഗ്രീൻ ഫ്ലാഗ് ആയത് നേരെ എൻ്റെ ചേച്ചിൻ്റെ ഫ്രണ്ട്സായി ടാർഗറ്റ്. അപ്പോൾ എനിക്കറിയില്ല അപ്പോൾ ചേച്ചി അടുത്ത വീഡിയോയിൽ എനിക്കാണ്. അപ്പോൾ എനിക്കൊന്ന് ഇന്ന് Q&A വീഡിയോയിൽ ചേച്ചി എന്ത് കൊനിഷ്ട ചോദ്യം ആ ചേച്ചി ചോദിക്കണമെന്നായിരിക്കും. എനിക്ക് എന്നെ ഹെയ്റ്റ് ചെയ്യരുത്. എനിക്കറിയത്തില്ല എന്ന് വെച്ചാൽ എല്ലാവരും അല്ല കമൻറ്റ് ബോക്സിലുള്ള ആ ചുരുക്കം ആൾക്കാരുടെ മെൻറ്റാലിറ്റി. ഞാൻ കുറേ കമൻറ്റ് ഡിലീറ്റ് ചെയ്യണം കാരണം എനിക്ക് കമന്റ് ഞാൻ ഫണ്ണൊന്നായി എടുക്കണം, എനിക്ക് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് ഞാൻ എല്ലാ കമന്റ് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. നിന്റെ കമന്റ് ബോക്സിൽ പോസിറ്റീവ് സാധനം മതി. സ്പ്രെഡ് പോസിറ്റിവിറ്റി. പറ നമ്മൾ സമാധാനത്തിനും സന്തോഷത്തിനും അല്ലേ വീഡിയോ കാണുന്നത്, അപ്പൊ അതിൽ നല്ലത് കണ്ടാൽ മതി. അതെ, അതിനകത്ത് ചീത്ത ഇല്ല ഒന്നാമതി. നമ്മൾ നെഗറ്റീവ് ചിന്തിക്കുമ്പോൾ നമ്മുടെ ചുറ്റും നെഗറ്റീവ് ഓറ വരും. പോസിറ്റീവ് ഓറ വരട്ടെ, പോസിറ്റിവിറ്റി പരട്ടെ. എങ്ങനെയല്ലേ എങ്ങനെ ഇരുന്ന ആളാണ് ഇപ്പൊ എങ്ങനെയായി നോക്കി എന്തൊക്കെയാ പറയുന്നത്. എന്തെങ്കിലും അടിച്ചോ? ശരി, അപ്പോ ആ സാധനം നിങ്ങൾക്ക് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ആക്ച്വലി ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് Who knows me better. അതെ, ഇവിടെ അവളുടെ ബോയ് ഫ്രണ്ട് ഉണ്ട്. ബോയ് ഫ്രണ്ട് അല്ല, ഓർക്കേനെ പറയാമോ? സ്വകാര്യം. ബോയ് ഫ്രണ്ട് അല്ലല്ലോ ഇപ്പൊ. നീ ആരാ? അങ്ങനെയൊക്കെ ചോദിച്ചു. വേണ്ട, ഒന്നുമില്ല. ബോയ് ഫ്രണ്ട് അല്ല. ശരി, ഈ ചേച്ചിന്റെ ഫിയാൻസേ ഇവിടെ ഉണ്ട്. പിന്നെ അവളുടെ കൂടെ ജനനം തൊട്ട് കൂടെയുള്ള അങ്ങനെ പറയുമ്പോ ഒരു രസമല്ല. ശരി, നീ ജനിച്ചപ്പോട്ട് കൂടെ ഇവളുടെ കൂടെ വർഷങ്ങളായിട്ട് ഞാനും കൂടെ ഉണ്ട്. അപ്പൊ ആർക്കാണ് ഇവള് കൂടുതൽ അറിയുക എന്നുള്ളത് നോക്കാം. എനിക്ക് ഉറപ്പാണ് ഈ വീടിന്റെ താഴെ അബി ഒന്നും അറിയുന്നില്ല. ഞാൻ തോറ്റു തരും തങ്കുവിന് വേണ്ടിട്ട്. എന്നോട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, തെറ്റിക്കഴിഞ്ഞാ മാർക്ക് കിട്ടിയില്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു 2 ചോദ്യം ഞാൻ തെറ്റുത്തരം പറഞ്ഞ എവിടുന്ന് ഇറങ്ങി പോകുന്നൊക്കെ പറയാ. വെറുതെ നീ റെഡ് ഫ്ലാഗ് എന്നെ പറഞ്ഞു ഒന്നും വേണ്ടല്ലോ. ശരി, അപ്പൊ ചേച്ചി 20 ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. 20 ക്വസ്റ്റ്യൻസ് ഇവള് ചോദിക്കും. ഞാനും അബിയും നമ്മുടെ ഫോണിൽ ടൈപ്പ് ചെയ്യും ആൻസർ. എന്നിട്ട് രണ്ടാളും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആൻസർ പറയും. റൈറ്റ് ആൻസറിലൊക്കെ പോയിന്റ് കിട്ടും. അമ്മ അവിടെ കണ്ണാടിയിട്ട് ടീച്ചറിനെ പോലെ പോയിന്റ് എഴുതാൻ ഇരിക്കുന്നുണ്ട്. പല സെഗ്മെന്റ്. അമ്മ ടീച്ചറമ്മേ കന്നഡ മാറ്റുന്ന കള്ളി. കുഴപ്പമില്ല, ഇല്ലല്ല കഴിഞ്ഞു, കന്നഡ വെച്ചതൊക്കെ കിട്ടി. ശരി, ഓക്കെ. അപ്പോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഗെയിം. ഓക്കെ, ആൻസർ പറയുമ്പോൾ റെഡിയായി ഇപ്പൊ തന്നെ. ആൻസർ പറയുമ്പോൾ എന്ത് ചെയ്യും? മൈക്ക് വാങ്ങും എൻ്റെ കയ്യിൽ നിന്ന്. ഓക്കെ, ശരി. അബി ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ട്ടാ. എനിക്ക് ഫസ്റ്റ് ഒരു പേരിട്ടിട്ടുണ്ടായിരുന്നില്ലേ, ആ പേരെന്താണ്? ഞാൻ എഴുതി. ഞാൻ നിനക്കും നിന്റെ അമ്മക്കും എല്ലാവർക്കും കൂടി ഞാൻ പറഞ്ഞത്. എനിക്ക് ഇതൊക്കെ എങ്ങനെ ഓർത്തു വയ്ക്കാൻ? അത് പണ്ട് ഇവളുടെ അച്ഛൻ വിട്ട പേര് എനിക്കറിയാം, പക്ഷെ എനിക്ക് ഇപ്പൊ ഓർമ്മ കിട്ടില്ല. എന്തെങ്കിലും എഴുതിയാൽ മതിയോ? എന്തെങ്കിലും അങ്ങനെ എഴുതാൻ പറ്റുമോ? ആൾക്കാർ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് അറിയുന്നാണ് വിചാരിച്ചത്. എപ്പോഴോ ആണാണ്. പറഞ്ഞെങ്കിൽ ഓർക്കണം. പിന്നെ എല്ലാ ദിവസവും 10 വട്ടമൊന്നും പറഞ്ഞു തരാൻ പറ്റില്ല. ഒരു വട്ടം ഇങ്ങനത്തെ വിശേഷമൊക്കെ പറയാൻ പറ്റുള്ളൂ. ആദ്യം പറഞ്ഞ എന്താ, ചെറുപ്പം മുതൽ ഒപ്പുള്ള ആൾക്കാർക്കല്ലേ ഇങ്ങനെയുള്ള സാധനങ്ങളെ അറിയുള്ളൂ. ഈ പേരുള്ള സാധനം ജനിച്ചിട്ടില്ല. ജനിച്ച് കഥ പറഞ്ഞു തന്നിട്ടില്ല കുറെ വട്ടം? ഇല്ല, ഒരു വട്ടം എന്റെ ഓർമ്മ. ബിക്കോസ് എനിക്ക് ചേച്ചിനെ ഇഷ്ടമാണ്, എനിക്ക് ചേച്ചിനെ ഇഷ്ടമല്ല. Fake red flag.
എന്താണ് ചെവി പറഞ്ഞാ പറഞ്ഞതാ? എന്താണ് ടീക്കിട്ട പേരൊക്കെ അവന് ഓർമ്മയുണ്ട്, ഓർമ്മയില്ല. ഞാൻ എന്റെ ഇവളുടെ ടീന്റെ ഒക്കെ നിനക്ക് എനിക്ക് എന്റെ പേര് ഓർമ്മയില്ല. എനിക്ക് ഓർമ്മയുണ്ട്, പറയണ്ട. ഒറ്റ പേരുള്ളൂ. ഒരു പാട്ടാണ് പാട്ടിന്റെ ഈണം. അതല്ലേ എന്തിന്റെ പാട്ടിന്റെ വാക്കുള്ളൂ. പഴയ പേരാണ്. വെറുതെ ഒന്ന് ഗസ് ഞാൻ തോറ്റു. ഗസ് വേണം, പക്ഷേ എന്റെ ആൻസർ വേണം. എന്തോ ഒരു പേര് മനസ്സായിട്ട് ഒരു ബന്ധമല്ല. പഴയ പേര് ഒന്നും ഓർമ്മല്ല. ശരി, സരിഗ. അതെ, ഞാൻ പറയാം പാട്ട് സാരിഗ. നിനക്ക് ഓർമ്മയില്ല? ഇപ്പൊ ഓർമ്മ വന്നു. അതെന്താ അറിയോ, പെട്ടെന്ന് എനിക്ക് ബ്ലാങ്ക് ആയതായിരിക്കും. കുഴപ്പമില്ല. സ്റ്റാർട്ടിങ് ട്രബിൾ. അമ്മ എനിക്ക് പോയിന്റ് ഇടണം. 1-0. ഇനി മൊത്തം ട്രബിൾ ആയിരിക്കും ഇങ്ങനെ. സ്റ്റാർട്ടിങ് മാത്രല്ല, എക്സാമിന് ഇത്ര ടെൻഷൻ അടിച്ചിരുന്നിട്ടില്ല. ഉച്ചയോടെ ടെൻഷനാണ്. അതെ, എക്സാമിനാണെങ്കിൽ ഒരാളാണ് പേപ്പർ ഇവാലുവേറ്റ് ചെയ്യാൻ, ഇവിടെ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇവന് ഇവാലുവേറ്റ് ചെയ്തോണ്ടിരിക്കും. അതാണ് ടെൻഷൻ. നിങ്ങൾ മറ്റേ Q&A വീഡിയോയിലെ കമന്റ് ബോക്സിൽ പറഞ്ഞ അവരെല്ലാ കമന്റ് ഇരുന്ന് വായിച്ചു. അബിക്ക സങ്കടമായി. ബിക്കോസ് അവനൊന്നും മീൻ പോലും ചെയ്തില്ല. പക്ഷെ നേരെ നോക്കണം ബർത്ത്ഡേ വീഡിയോക്ക് അബിക്ക സന്തോഷം, ചേച്ചിനെ ഫ്രണ്ട്സിന്. അവരോടൊക്കെ പറഞ്ഞു. പക്ഷെ അവര് ആ സ്പിരിറ്റിൽ എടുക്കുന്നോണ്ട് ഇറ്റ്സ് ഓക്കെ. പക്ഷെ എന്താന്ന് വെച്ചാല് ഇങ്ങനെ അറ്റാക്ക് ചെയ്യേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നി. സിമ്പിളാ. ഞാൻ ആക്ച്വലി എക്സ്ട്രോവേർട്ട് ആണോ അതോ ഇൻട്രോവേർട്ട് ആണോ ഓർ ആംബിവേർട്ട്, ഏതാണെങ്കിലും ഒരു ഷൊണ്ണ ചോദ്യം കൊണ്ടുവരും. പോടി എഴുതി വെക്കാൻ. ആൻസർ കഴിഞ്ഞു. നീ എഴുതിയാ? എക്സ്ട്രോവേർട്ട്, ആംബിവേർട്ട്. അവള് നിന്റെ അടുത്താണ് എക്സ്ട്രോവേർട്ട്, അവൾ ആക്ച്വലി ആംബിവേർട്ട് ആണ്. ആക്ച്വലി ഞാൻ ആംബിവേർട്ട് ആണ്. എന്റെ അടുത്ത് ഉഷാറാട്ടോ. അതായത് എല്ലാരോടും ഞാൻ എക്സ്ട്രോവേർട്ട് ആയിട്ട് പൊതുവെ അവൾ എല്ലായിടത്തും വർത്താനം പറയുന്നുണ്ടോ? ഞാൻ കാണുന്ന ഓ ശരിയാ. നീ അബിന്റെ ഫാമിലി ആയിട്ട്, അബിന്റെ കസിൻസ് ആയിട്ട്, അബിന്റെ ഫ്രണ്ട്സ് ആയിട്ടൊക്കെ നല്ല വർത്താനം പറയുന്നുണ്ട്. പിന്നെയും ക്യാമറ അല്ലാതെ യു ആർ മോർ ഓഫ് ആൻ എക്സ്ട്രോവേർട്ട്. ആംബിവേർട്ടില് അതാണ്. ഓക്കെ, എക്സ്ട്രോവേർട്ടിന്റെ ബോർഡർ വരെ എത്തും. അപ്പൊ എനിക്ക് പകുതി എനിക്ക് 1 ഇടറാ. അടുത്തത്. ഓക്കെ, എനിക്ക് അതായത് എനിക്ക് വേഗം ദേഷ്യം വരുമല്ലോ. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു 2 കാര്യങ്ങളുണ്ട്. എനിക്ക് അത് എഫക്ട് ചെയ്താൽ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. എനിക്ക് ഈ അടുത്ത് പറഞ്ഞുണ്ട്. അല്ലാട്ടാ, ഇത് ഞാൻ വേഗം ടൈപ്പ് ചെയ്ത് കണ്ടപ്പോഴേ അവന് കോമ്പറ്റീഷൻ ആക്കാൻ അവൻ വെറുതെ കൈ കൊണ്ട് അടക്കാണ്. അവൻ ടൈപ്പ് ചെയ്യുന്നില്ല, അവനെ അറിയില്ല. എനിക്ക് വേഗം ദേഷ്യം വരും. എല്ലാ കാര്യത്തിലും വരും, പക്ഷെ 2 കാര്യത്തിലും എനിക്ക് ഭയങ്കരമായിട്ട് വരും. ഞാൻ നേരത്തെ കഴിഞ്ഞു. ഞാൻ ഇന്നലെ കഴിഞ്ഞു. ഞാൻ പറയണോ തങ്കു പറയണോ? ഫസ്റ്റ് ഫുഡ്, വിശന്നിട്ട് ഫുഡ് കിട്ടാണ്ടിരുന്ന 1, ഉറങ്ങുമ്പോ എണീപ്പിച്ചു വിട്ട 2. എല്ലാവർക്കും അറിയാം എന്റെ ആ സ്വഭാവം. എന്നെ ഉറക്കത്തിന് വിളിച്ചാലും എനിക്ക് ദേഷ്യം വരും, ഫുഡ് കിട്ടാണ്ടിരുന്ന. എനിക്ക് ചെറുതാകുമ്പോ ഉള്ള എൻ്റെ ഒരു ഫേവറേറ്റ് ടോയ്ക്ക് ഒരു പേരുണ്ടായിരുന്നു. ഇപ്പോഴും ആ ടോയിന്റെ പേരുണ്ട്. നീ അവൻ അറിയുന്ന ഒരു ക്ലൂ ഉത്തരം അരമാർക്ക് തരാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ പേര് തന്നെയാണ് പണ്ടത്തെ പേരും. എനിക്ക് ഫേവറേറ്റ് ടോയ് ഉണ്ടായിരുന്നു, അതാണ് ഞാൻ ഇപ്പോഴും എൻ്റെ ഒരു ടോയ്ക്ക് ഇട്ട പേര്. ആ ഫേവറേറ്റ് ടോയിന്റെ പേരാണ് ഞാൻ ഇപ്പോഴും. ആനക്കുട്ടിയല്ലേ? ശരി, ഈ വർത്താനം പറയുമ്പോ മയക്കും പിടിക്കാണ്ട് എഴുതിയാ 2 അമ്മക്കറിയോ? അമ്മക്കും അറിയാം. അമ്മക്ക് എന്റെ 3 അപ്പു. അപ്പു എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ളൊരു ബൊമ്മ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്കിപ്പോ ഒരു ബൊമ്മ ഉള്ളപ്പോ ഞാൻ അതിനും അപ്പു എന്നാണ് പേരിട്ടത്. എനിക്ക് ഏറ്റവും പേടിയുള്ളൊരു സാധനം, ഐ മീൻ ജീവികളിൽ എനിക്ക് ഏറ്റവും പേടിയുള്ളൊരു സാധനം നിങ്ങൾക്കറിയോ? അമ്മയുടെ അടുത്ത് ഞാൻ എല്ലാം ചോദിക്കാം. സ്നേക്ക്. എനിക്കത് ആലോചിക്കുമ്പോ തന്നെ. 6ാമത്തെ ക്വസ്റ്റ്യൻ, എൻ്റെ 12th percentage. ഞാൻ ഒരു ക്ലൂ ആയിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് 10th ഉം 12th ഉം സെയിം പെർസെന്റേജ് ആണ്. വിത്തൗട്ട് ക്ലൂ ഞാൻ എഴുതുന്നോണ്ട് എനിക്ക് 1.5 ആണ്. ഞാൻ എങ്ങനെ പഠിക്കണമെന്ന് എനിക്ക് അറിയാലോ. ഏകദേശം അറിയാലോ നിനക്ക്. എങ്ങനെയാന്ന് ഊഹിച്ചിട്ട് നോക്കി നോക്ക്, ചിലപ്പോ കറക്റ്റ് ആവും.
നല്ല ടെൻഷൻ ആവുകൊണ്ട് തോന്നുന്നുണ്ടാണ് മുഖം. അബീന്റെ എനിക്ക് 10th അറിയില്ല, +2 അല്ല, അവനെ അറിയില്ല അവന്റെ മാർക്ക്. അതുകൊണ്ട് അവനെ എന്റെ ഓർത്ത് വെക്കാൻ സാധ്യത കുറവാണ്. ഞാൻ പഠിച്ചിട്ടില്ല ഗൈസ്. 10ൽ പഠിപ്പ് നിർത്തി ഞാൻ. ശരിക്കാണ് പറയണ്ടത്. അല്ല വെറുതെ പറഞ്ഞോ. ശരി, ആൻസർ പറയട്ടെ. പറ. 86. 84. ആടാ. എനിക്ക് ഫേവറേറ്റ് ലേസിന്റെ ഫ്ലേവർ കളർ എഴുതിയാൽ മതി. ഏത് കളർ? കളർ മതി. എനിക്കും ഫ്ലേവറിന്റെ പേരൊന്നും അറിയില്ല, കളറേ എനിക്കും അറിയുള്ളൂ. എന്നാ എനിക്ക് ഫ്ലേവറിന്റെ പേര് അറിയൂ? എനിക്ക് ഫ്ലേവർ പേരൊന്നും അറിയില്ല. കളർ ലേസിന്റെ കളേഴ്സിൽ കഴിഞ്ഞോ? നേരത്തെ ആദ്യം പറഞ്ഞു, ഇവന് ആദ്യം പറഞ്ഞു. ബ്ലൂ ഇന്ത്യൻ മസാല. ബ്ലൂ. ഇന്ത്യൻ മസാല എക്സ്ട്രാ മാർക്ക് വേണം. ഇന്ത്യ മസാലയ്ക്കൊന്നും മാർക്കില്ല. എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കാർട്ടൂൺ 2 എഴുതിക്കോ. ഞാൻ അതിൽ ഏത് ഒരെണ്ണം എഴുതിയാലും മാർക്ക് വരും. ഏത് ഒരെണ്ണം എഴുതിയാലും മാർക്ക് തരും. 2 എഴുതിക്കോ. ഞാൻ ഇപ്പോഴും കാർട്ടൂണൊക്കെ കാണും. ഈ ഇടയ്ക്കും കാണില്ല. ഇതെനിക്ക് പറഞ്ഞു തന്നിട്ടില്ല, സത്യമായിട്ടും പറഞ്ഞു തന്നില്ല. ഇല്ല. കൊച്ചു ടി വി ആണോ? കാർട്ടൂൺ എന്ന് പറഞ്ഞാൽ ഏതിൽ കാണാണ്? ശരി, കൊച്ചു ടി വി അല്ല. എനിക്ക് ആണ്. എന്റെ മനസ്സിൽ 2 ഉണ്ട്. അതിൽ ഏത് 2 ആൾക്കാർ എഴുതിയാലും ഞാൻ മാർക്ക് തരാം. 2 എഴുതിയ 2 മാർക്ക്. അല്ലില്ല, 2 എഴുതിയ 1 മാർക്ക്. ഒരെണ്ണം എഴുതിയാലും കൺസിഡർ ചെയ്യാം. ശരി, നീ പറ. ടോം ആൻഡ് ജെറി, ജാക്കി ചാനും. ഇന്റർനാഷണൽ പറയുമ്പോഴേ ജാക്കി ചാൻ, ചൈനക്ക്. മിസ്റ്റർ ബീൻ ആൻഡ് ടോം ആൻഡ് ജെറി. മിസ്റ്റർ ബീൻ ആൻഡ് ടോം ആൻഡ് ജെറി ആണ് കറക്റ്റ്. ശരി, ആരാ കൊടുക്കാം? കാരണം ഞാനല്ലേ 2 ദിവസം മുന്നേ ഞാൻ ജാക്കി ചാന്റെ മാന്ത്രിക കലൊക്കെ എനിക്ക് ഇഷ്ടമാണ് പറഞ്ഞു. അപ്പൊ അതാണ് ജാക്കി ചാൻ. എങ്ങനെ ഇരിക്കണം? 9ാമത്തെ എന്റെ ഫേവറേറ്റ് മൂവി അതിനെന്താ പറയാ? ജേണർ ഏതാണ്? എനിക്ക് കാണാൻ ഇഷ്ടമുള്ള മൂവീസ്, ഏത് ടൈപ്പ് മൂവീസ് ആണ് എനിക്ക് കാണാൻ ഇഷ്ടം? ഞാൻ എനിക്ക് സമയം വേണം. ലൈഫ് ലൈൻ ഉണ്ടോ? നമ്മള് കൂടുതലും കാണാൻ പോണൊക്കെ എങ്ങനത്തെയാന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ കാണുന്നതൊക്കെ എങ്ങനത്തെയാണെന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെയൊക്കെ എനിക്ക് ക്ലൂ തരാൻ പറ്റുള്ളൂ. ഞാൻ കാണാറുള്ളത് എങ്ങനെയൊക്കെയാന്ന് ആലോചിച്ച് നോക്ക്. ശരി, നീ എനിക്ക് വായിൽ അത് എനിക്ക് സാധനം മനസ്സിലായാ മതി. ടഫ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ സിമ്പിൾ ആയിരിക്കുന്ന വിചാരിച്ച്. തങ്കു പറയും. ത്രില്ലർ എഴുതി, അല്ലെങ്കിൽ റോം കോം, ഫണ്ണി മൂവീസ്, കോമഡി പാട്. കോമഡി ഇഷ്ടമാണ്, ത്രില്ലർ ഇഷ്ടമാണ്, 2 ഇഷ്ടമാണ്. അതെ, എനിക്ക് റൊമാൻറ്റിക് ഇതിനേക്കാളും എനിക്കിഷ്ടം ത്രില്ലേഴ്സും കോമഡിയാണ്. പക്ഷെ മനസ്സിൽ ഞാൻ കോമഡി ആയിരുന്നു ഞാൻ വിചാരിച്ചു. പക്ഷെ ത്രില്ലർ ഉള്ളതുകൊണ്ട് ഇവൾക്ക് വേണമെങ്കിൽ ആരാ കൊടുക്കണം? വേണ്ട. അത് എനിക്ക് ഇഷ്ടമുള്ളതാണ്. 2 ആൾക്ക് ഓരോ പോയിന്റ് ഉണ്ട്. ഇത് ഫൗളാണ്. ഇത് ഇങ്ങനെ നിനക്ക് നേരത്തെ എന്തിനും ഇതുപോലെ ഇട്ടെന്നില്ല. 2 ഒരെണ്ണം ശരിയായതിന് നിനക്ക് ഫുൾ മാർക്ക് കിട്ടുമെന്ന്. എന്താ ഞാൻ ജയിക്കട്ടെ? അറിയാൻ സാധ്യത ഉണ്ടോന്ന് എനിക്കറിയില്ല. എന്റെ ചെരുപ്പിന്റെ സൈസ് എഴുതിയാ? എത്ര? 638. 2 കറക്റ്റ്. അത് ഇല്ല, ഇപ്പൊ എനിക്ക് ഇതുവരെ ചെരുപ്പ് വാങ്ങിയിട്ടില്ല. ഇവള് വാങ്ങിയതാ. അപ്പൊ എനിക്ക് ഇവൾക്ക് അറിയാമായിരുന്നു. നിനക്കറിയുന്ന ഞാൻ വിചാരിച്ചില്ല. ഗുഡ് ജോബ്. 11ാമത്തെ ഞാന് കോളേജ് പാസ് ഔട്ടായ ഇയർ. ഞാൻ എന്റെ കോഴ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങിയത് ഏത് വർഷമാണ്? ആ വർഷം തന്നെയാണ് എന്റെ എൻറോൾമെന്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നത്. ഞാൻ പാസ് ഔട്ട് ആയിട്ട് 2 മാസത്തിലാണ് ഞാൻ എൻറോൾ ചെയ്തത്. LLB കോഴ്സ് ഞാൻ പാസ് ഔട്ട് ആയ വർഷം. ഞാൻ മാർച്ചിൽ പാസ് ഔട്ട് ആയി ജൂലൈയിൽ എൻറോൾ ചെയ്തു. അവൻ എൻറോൾമെന്റ് പറഞ്ഞാലായിരിക്കും അവന് ചിലപ്പോ കണക്ട് ആവുക. എഴുതിയാ? 24. ഇങ്ങനെയുള്ള വിജയം എനിക്ക് വേണ്ട ഗൈസ്. ഒഴിവാക്ക്. എനിക്ക് വേണ്ട. വേണമോ
അറിയുമായിരിക്കും, കാരണം അവൻ എൻറോൾമെന്റ് കഴിയുന്നത് എന്നോട് നല്ല കമ്പനി ആയത് അപ്പോഴായിരുന്നു. ഈ മാർക്ക് വേണ്ട എനിക്ക്, അല്ലാതെ തന്നെ ഞാൻ ജയിക്കും. എനിക്ക് ഒരു എന്താണ് ഒരു റേഞ്ചിലേക്കാണ് ഞാൻ വെയിറ്റ് ടാർഗറ്റ് ചെയ്യുന്നത്. എൻ്റെ ടാർഗറ്റ് വെയിറ്റ് ഏത് റേഞ്ചാണ് എന്ന് പറഞ്ഞാൽ മതി. കറക്റ്റ് ഒന്നും പറയണ്ട, ഏത് ഇതിലാണ് ഞാൻ റേഞ്ചിലാണ് ഞാൻ വെയിറ്റ് ടാർഗറ്റ് ചെയ്യണത്, എനിക്ക് ആവണമെന്ന് ആഗ്രഹമുള്ളത് എത്രയാണെന്ന്. ഓക്കെ, 50 to 52. ഓക്കെ, രണ്ടും കറക്റ്റാണ്. 52 അങ്ങനെയാണ്. ഞാൻ ഇപ്പോൾ സ്കിൻ കെയറോ ഇല്ലെങ്കിൽ എന്താ മുഖത്ത് ഈ ചെയ്യുന്നതിൽ ഞാൻ ആ സാധനം ഇല്ലാണ്ട് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. അങ്ങനെ ഒരു സാധനം, ആ ഒരു സാധനം ഇല്ലാണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങില്ല. എന്തൊക്കെ ഞാൻ ചെയ്യുന്ന നേരെ ഓർത്തോ. ചിലപ്പോൾ രണ്ടാളും തെറ്റിച്ചതിന് രണ്ടാൾക്കും പോയിന്റില്ല കേട്ടോ, എനിക്ക് തെറ്റിക്കുന്ന തോന്നുന്നത്. കാരണം ഇപ്പം ഞാൻ ചെയ്യുന്ന ഇപ്പം എൻ്റെ ശീലങ്ങൾ കുറച്ചും കൂടെ മാറി. അതിനകത്ത് ഒരു കാര്യം മസ്റ്റ് ആയിരിക്കും. സ്കിൻ കെയർ ആണോ മേക്കപ്പ് ആണോ? ഞാൻ മേക്കപ്പ് ചെയ്യാറില്ലല്ലോ. സ്കിൻ കെയർ ലിപ്സ്റ്റിക് ഐലൈനർ ഒക്കെ നമുക്ക് മേക്കപ്പിൽ പെടുത്താൻ പറ്റും. ഓക്കെ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. അതും ആവാം ഇതും ആവാം. അങ്ങനെ പറ്റില്ല കേട്ടോ. അങ്ങനെ പറഞ്ഞാൽ ഞാൻ ആകെ മേക്കപ്പില് കണ്ണെഴുതും മറ്റേ ലിപ്സ്റ്റിക്ക് മാത്രമേ ഉള്ളൂ. സ്കിൻ കെയറിൽ ആകെ കുറച്ച് സാധനങ്ങൾ ചെയ്യുന്നുള്ളൂ. അപ്പൊ അത് രണ്ടും അല്ലാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേഗം അത് സ്പെസിഫിക് ആയിട്ട് മനസ്സിലാവില്ലേ എന്താന്ന്. മുഖത്ത് ചെയ്യുന്നത് ഞാൻ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞില്ലേ. എന്താ എഴുതുന്ന എനിക്കറിയില്ലല്ലോ. നിങ്ങൾ എന്തായിരിക്കും പറയാന്ന് എനിക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ട്. ലിപ്സ്റ്റിക്, മേക്കപ്പ് ആണെങ്കിൽ ലിപ്സ്റ്റിക്, അല്ലെങ്കിൽ ഞാൻ സൺസ്ക്രീൻ അല്ലെങ്കിൽ ഫേസ് വാഷ്. സൺസ്ക്രീൻ ഞാൻ ഇതിൽ കളഞ്ഞപ്പോ ലിപ്സ്റ്റിക് ആക്കിയതാണ്. നിന്നോട് ഞാൻ പറഞ്ഞ എന്തിനാ ബാക്ക് സ്പേസ് അടിച്ച് കളയണത്? അതെന്റെ കൂടെ തന്നെ എഴുതിക്കൂടെ? ആക്ച്വലി ലിപ്സ്റ്റിക് അല്ല. ഞാനിപ്പോ ലിപ്സ്റ്റിക് ഇടുന്നത് വളരെ കുറവാണ്. ഞാൻ ലിപ് ബാം ഇട്ടിട്ടായാലും പുറത്തേക്ക് ഇറങ്ങും. സൺസ്ക്രീൻ ഇല്ലാണ്ട് പുറത്തേക്ക് ഇറങ്ങില്ല ഞാൻ. ഇവനില്ല, ഇവ എഴുതിയിട്ട് അതിനെ കളഞ്ഞു. ഇവള് എഴുതി, നീ എഴുതിട്ട് നീ ബാക്ക് സ്പേസ് ഇറങ്ങി. അവള് നോക്ക് എല്ലാത്തിലും എഴുതി വെച്ചിരിക്കണത്. ഇതുപോലെ എഴുതടാ, ഇതുപോലെ എല്ലാത്തിനും എഴുതി. നീ എല്ലാം ബാക്ക് സ്പേസ് അടിച്ചാൽ ആരും ചീത്ത പറയൊന്നുമില്ല. എനിക്ക് ഇടാൻ ഏറ്റവും ഇപ്പോൾ റീസെൻ്റ്ലി കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ്, ട്രാവലിംഗ് അല്ല, കാഷ്വലി എനിക്ക് ഇടാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ്. കാഷ്വലി അതാ പറഞ്ഞ, ട്രാവലിങ്ങോ വേറെ ഓഫീസൊന്നും അല്ല, കാഷ്വലി എനിക്ക് ഇടാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ്. നീ എന്തെങ്കിലും എഴുതി കളയാണ്ടിരുന്നാ മതി. എന്താ പറഞ്ഞ എഴുത അപ്പൊ ബാക്ക് സ്പേസ് അടിക്കുക. നീറ്റ് ആക്കുക തോന്നുന്നു. ഇവളെല്ലാത്തിനും നമ്പർ വെച്ചിട്ട് ആൻസർ ചെയ്തിട്ടുണ്ട്. അവൻ ഒന്നടിക്കുക, ബാക്ക് സ്പേസ് അടിക്കുക, കളയുക, എന്നിട്ട് വേറെ ഇടുക. കുർത്തി, ചുരിദാർ, കുർത്തിയാണ് എനിക്ക് ഇപ്പൊ കംഫർട്ടബിൾ ഭയങ്കര ഇടാൻ, കാഷ്വൽ ആയിട്ട്. രണ്ടാളും രണ്ട്. അവന് ചുരിദാർന്ന് അറിയുള്ളൂ. ഞാന് മൂക്കുത്തി കുത്തിയത് ഏത് വർഷാണ്? നിനക്കറിയോ? വേണം, ക്ലൂ വേണോ? വേണ്ടേ? നീ വീഡിയോ വരെ ഇട്ടിട്ടുണ്ടടി, നിനക്ക് ഓർമ്മയുണ്ടോ? ക്ലൂ വേണോ? ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഓക്കെ, ബാക്ക് സ്പേസ് അടിച്ച് വെറുതെ ഇരുന്ന് ഓരോന്ന് കാണിക്കാൻ. ഇവരെല്ലാം ഇങ്ങനെയാണ്. ശരി, കാണിക്ക്. നീ എന്താ പറയാ? 2023. 24 ഞാൻ കുത്തിയത്. എടി, ഞാൻ ഓഫീസിൽ പോകാൻ തുടങ്ങിയിട്ടടി മൂക്ക് കുത്തിയത്. 24 ഞാൻ പാസ് ഔട്ട് ചെയ്ത്. അപ്പൊ അത് കഴിഞ്ഞിട്ടല്ലേ ഞാൻ കുത്തിയത്. ഓഫീസിനല്ലേ നീ എന്നെ വിളിച്ചുകൊണ്ട് വന്ന് കുത്താൻ. ഓർമ്മയില്ലാന്ന്. നിനക്കെങ്ങനെ ഓർമ്മ? എല്ലാം ഞാൻ ഓർക്കുന്നു. എന്താണ് ജിമ്മില് പോയിക്കൊണ്ടിരുന്ന സമയല്ലേ അതാണ്. അപ്പൊ 15 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനി ദിസ് ഓർ ദാറ്റ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ ഫസ്റ്റ് അതിലത്തെ
എനിക്കെന്താ മൗണ്ടെയിൻസ് ആണോ ഇഷ്ടം, ബീച്ചസ് ആണോ ഇഷ്ടം? മൗണ്ടെയിൻസ് ഓർ ബീച്ചസ്? എനിക്ക് തോന്നുന്നു 5 കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആൻസർ പറയാം. ഓക്കെ, എന്നാൽ താഴേക്ക് എഴുതിക്കോ. അടുത്ത ക്വസ്റ്റ്യൻ, എനിക്ക് വീട്ടിലിരിക്കാനാണോ ഇഷ്ടം, പുറത്ത് പോവാനാണോ ഇഷ്ടം? സ്റ്റേ അറ്റ് ഹോം ഓർ ഞാൻ പുറത്തേക്ക് പോവാ, ഏതാണ് പ്രിഫർ ചെയ്യാം? എനിക്ക് ചിക്കൻ ആണോ ഇഷ്ടം, ബീഫാണോ ഇഷ്ടം? എഴുതി കഴിഞ്ഞ നീ പറ, അവള് പറയണുണ്ട്. ചോദ്യം എനിക്ക് ഇഷ്ടം ബീഫാണ് ഇഷ്ടം, ചിക്കൻ കടിച്ചു വലിക്കാനാണ് ഇഷ്ടം, ബീഫ്. പോയിന്റ് കിട്ടട്ടെ വിചാരിച്ചിട്ട് എഴുതി വെച്ചോ, സിമ്പിൾ ആവട്ടെ എഴുതി വെച്ചോ. ഓക്കെ, അങ്ങനെ ഒന്നും കൂടെ ഉണ്ട്. ഇവൻ എന്നോടല്ലേ ഇന്ന് വിളിച്ചപ്പോ ഇരുന്നിട്ട് എന്റെ മൊബൈൽ നമ്പർ കാണാണ്ട് പഠിക്കായിരുന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. മൊബൈൽ നമ്പർ, പിന്നെ എന്റെ ഡേറ്റ് ഓഫ് ബർത്ത്, നാളെ ഇതൊക്കെ ബൈ ഹാർട്ട് ചെയ്തോണ്ടോ? ഞാൻ പറഞ്ഞ അതൊന്നും ഞാൻ എഴുതിയിട്ടില്ല പറഞ്ഞതാണ്. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് അതിനകത്ത് എന്റെ ചോദ്യം പ്രിപ്പയർ ചെയ്യാം. ഞാൻ എന്ത് വിചാരിച്ചെന്നറിയോ, ഭയങ്കര ടഫായിരിക്കും. ഇനി നമ്പറൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കാണാണ്ടിരുന്ന് ഉച്ചയ്ക്കിരുന്ന് ഞാൻ പഠിക്കണേ. ഞാൻ എന്നിട്ട് ചോദിക്കണേ, അതൊന്നും ഞാൻ എഴുതിയില്ല. ടഫ് ചോദിച്ചിരിക്കും, ബീഫാണോ ചിക്കനാണോ ബിരിയാണിയാണോ നെയ്ച്ചോറാണോ? അതുകൊണ്ട് എനിക്ക് ചോക്ലേറ്റ് ഐസ്ക്രീം ഓർ വാനില ഐസ്ക്രീം ഏതായിരിക്കും ഞാൻ ചൂസ് ചെയ്യാ? ഓക്കെ, ഞാനൊരു 4 ഓപ്ഷൻസ് പറയും. അതിനകത്ത് എനിക്ക് ഏറ്റവും ലീസ്റ്റ് ഫേവറേറ്റ്, എനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത അതിൽ 4 കമ്പാരിറ്റീവ്ലി. ഓക്കെ, ഫസ്റ്റ് മന്തി, അൽഫാം, ചോറ്, മലബാർ ബിരിയാണി. ഏതാണ് ഇതിനകത്ത് ലീസ്റ്റ് ഇഷ്ടം? കഴിഞ്ഞു, ഞാൻ ആൻസർ പറയാം ആദ്യം. മൗണ്ടൻ ഓർ ബീച്ചസ്? അതിന് ബീച്ച്. രണ്ടുപേർക്കും അറിയോ? സ്റ്റേ അറ്റ് ഹോം ഓർ ഗോ ഔട്ട്? Go out. ചിക്കൻ ഓർ ബീഫ്? അതിലാണ് ഞാൻ പതറിപ്പോയത്. Crucial question. ആകെ അന്തം വിട്ടുപോയി. ഞാൻ ഹോട്ടലിൽ പോയി ഞാൻ ചിക്കൻ വാങ്ങിക്കാറില്ല. ചോക്ലേറ്റ് ഓർ വാനില ഐസ്ക്രീം? ചോക്ലേറ്റ്. എനിക്ക് വാനില ഇഷ്ടമല്ല. ലീസ്റ്റ് ഫേവറേറ്റ് ഫുഡ്? മന്തി. മലബാർ ബിരിയാണി. മലബാർ ബിരിയാണി. ഞാൻ മന്തി തിന്നാൻ തുടങ്ങി. അത് ഞാൻ മലബാർ ബിരിയാണി ചെയ്തത്. എനിക്ക് റാവുത്തർ ബിരിയാണിയാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് ഞാൻ സ്പെസിഫിക് ആയിട്ട് എഴുതി വൈറ്റ് റൈസിന്റെ ബിരിയാണി എന്ന് പറഞ്ഞ് എഴുതിയത്. മന്തി ഞാൻ തിന്നാൻ തുടങ്ങിയപ്പോ മന്തി നീളം അരിയാണെന്നൊക്കെ പറഞ്ഞു. എല്ലാം എന്റെ കൂടെ കൂടി ഞാൻ എല്ലാം മാറ്റിയിട്ടുണ്ടാവും. തങ്കൂര് 4, എനിക്ക് 4. ഫുൾ മാർക്ക് പറമ്മ. ഫുൾ മാർക്ക് അമ്മ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇപ്പൊ പറയും. ആരാണ് ചേച്ചി? എനിക്കറിയില്ല കേട്ടോ ആരാ ചേച്ചി, ഞാൻ ഓർത്തില്ല. അമ്മ എക്സാമിന് പോലും ഇങ്ങനെ മാർക്ക് എഴുതിയിട്ടില്ല. നിനക്ക് 4 വിളിക്ക് 4 ഉണ്ട് ലാസ്റ്റ്. എന്നാലും സിമ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ട് തെറ്റിച്ചു 2 ഓരോന്ന്. അമ്മ ഇങ്ങോട്ട് വന്നിട്ട് അനൗൺസ് ചെയ്യണം. ബുക്കൊക്കെ കൊണ്ട് ഇങ്ങോട്ട് വാ. ജയിക്കണ ആളുടെ മണ്ടയിൽ മറ്റേ കിരീടം വെച്ച് കൊടുക്കണ്ടോ? എനിക്കില്ല ടെൻഷൻ. ഞാൻ തോറ്റു എന്തായാലും. ശരി, ഞാൻ പറയട്ടെ മാർക്ക്. ആരുടെ മാർക്ക് ആദ്യം പറയണം? സെക്കൻഡ് മാർക്ക്. സെക്കൻഡത്തെ മാർക്ക് 15 മാർക്കോടെ. 15 മാർക്ക്. 20-15 പറഞ്ഞ 75%. അഞ്ചനെ പോയുള്ളൂ. തങ്കുവിന്റെ മാർക്ക് പറയട്ടെ. 20-ല് എത്രയായിരിക്കും? പൊന്നു ഗസി. എനിക്കറിയില്ല, ഞാൻ ഒന്നും ശ്രദ്ധിച്ചില്ല. 18. കറക്റ്റഡാ. കൊറോണ ഉണ്ടായിരുന്നു. ആരെയൊക്കെ കട്ട് ചെയ്തിട്ട് 1 മാത്രം കൂട്ടുമ്പോ
പക്ഷെ ഇറ്റ്സ് ഓക്കെ. കാരണം എന്താ, പക്ഷെ എന്നാലും അവന് കുറച്ചായിട്ടല്ലേ അവളെ അറിയുള്ളൂ. അതെന്ന് വെച്ചാൽ അവർ അറിഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ വെച്ചാൽ കാണുകയാണല്ലോ, ഇവള് പറഞ്ഞിട്ടാണ് അവനെ കഥ അറിയുന്നത്. ഞാൻ കണ്ടിട്ട് എനിക്കറിയാം കഥ. അവൻ ജീവിച്ച് വന്നിട്ടില്ലല്ലോ ആ ലൈഫിൽ. എടുത്തിട്ട് അവൻ അതെങ്കിലും ഓർത്ത് വെച്ചിട്ടുണ്ടല്ലോ. ഇപ്പൊ ചേച്ചിന്റെ ഇതിൽ കൂടെ കളഞ്ഞാണെ അവൻ ഇപ്പൊ ചേച്ചിന്റെ മാരേജ് കഴിഞ്ഞ് ഒരു 10 years കഴിഞ്ഞിട്ട് ഇത് വെക്കുന്നെങ്കിൽ നേരെ തിരിവായിരിക്കും. കാരണം അവള് അവന്റെ അപ്പൊ ഞാനേ മൊത്തം മാറിയിട്ടുണ്ടാവും. അവന്റെ കൂടെ സ്പെൻഡ് ചെയ്യുമ്പോ എനിക്ക് ഇപ്പോഴത്തെ ഈ വേർഷനെ അറിയുള്ളൂ, ഇനി വരുന്ന വേർഷൻ അറിയില്ല. എങ്ങനെ ഉണ്ടായിരുന്നു ചോദ്യങ്ങൾ? നല്ല ചോദ്യം, ഭയങ്കര ടഫ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു. പ്രത്യേകിച്ച് ഏതായിരുന്നു അത്? പിന്നെ ഭയങ്കര ബ്രില്യൻ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പോയിന്റ്സ് കിട്ടിയത് കേട്ടാ, ചിക്കനോ ബീഫൊക്കെ നിങ്ങൾക്ക് രണ്ടാൾക്കും കുറെ ബ്രില്യൻ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു? ചിക്കൻ ബീഫും ചിക്കനാണ് ഇഷ്ടമായത്. ഇത് കാണുന്ന പപ്പയോട് ഇന്ന് ഓഫീസിൽ വന്നിട്ട് ഒരു പണി എടുക്കാതെ 20 ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയത് രാവിലെ മുതൽ വൈകുന്നേരം വരെ. അപ്പൊ പപ്പ അതൊന്ന് നോട്ട് ചെയ്യേണ്ടതാണ്. ഒരു ക്യാമറ വെക്കണം. അവന്റെ ക്വസ്റ്റ്യൻസ് പറഞ്ഞു കൊടുക്കാത്തതിന്റെ ദേഷ്യമാണത്. സോ ഗൈസ്, അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഞാനാണ് ഈ വീഡിയോന്റെ വിന്നർ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. എനിക്ക് കിരീടം മതി, ഒന്നുമില്ലടാ, മതി മതി. ഹൂ നോസ് മീ ബെറ്റർ പാർട്ട് 2 വേണമെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ മതി. ഇല്ലമ്മ, അതില് അമ്മയും അബിയും ഞാനും 3 ആളിരിക്കാം. 3 ആൾക്കും പറയാം. എന്ത് പറയുന്നു? അതെ അതെ, അടുത്തതില് നീ ചോദ്യം ഞങ്ങൾ 3 ആളും കൂടെ ഉത്തരം പറയാം. ഞാൻ കണ്ടുപിടിക്കാൻ കുറച്ച് പാടും. നല്ല ചോദ്യം ഉണ്ടാക്കാം. അപ്പൊ ഗൈസ്, ആ വീഡിയോ വേണമെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ പറയാൻ മതി. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. എന്തേ പറയണ്ടോ? ഒന്നും പറയാനല്ല. റെഡ് ഫ്ലാഗ്, ഗ്രീൻ ഫ്ലാഗ്, ഇന്ന് ഏത് ഫ്ലാഗാ? അത് അവര് പറയട്ടെ. യെല്ലോ ഫ്ലാഗ്. ശരി, അപ്പോ പറ ബൈ. പറ ബൈ. ടു സബ്സ്ക്രൈബ്.